ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുര്യനാടാണ്. കോട്ടയം ജില്ലയിൽ കുറവലിങ്ങാടിന് അടുത്ത് ഇന്നത്തെ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതായത് ഈ ഒരു മേഖലയിലേക്ക് ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് തുടങ്ങാൻ പറ്റണേ നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇത് ഉഴവൂരാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ MC റോഡ് പോകുന്നത്, ഇത് MC റോഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന റബ്ബർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുതലായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചോദിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാം. നിങ്ങൾക്കും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലാത്തവരുള്ളവരും ഒക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് നമുക്കൊരു ചെറിയ സപ്പോർട്ടോടെ തന്നെ. നമ്മൾ ഒരിക്കലും യാത്ര നിർത്തിയതല്ല, യാത്രയോടൊപ്പം ഇങ്ങനെ തുടങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഈ ഒപ്പം ചേർത്തേക്കാമെന്ന് വിചാരിച്ചു. ചേട്ടാ, ഞാൻ ആദ്യമേ തന്നെ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് യൂണിറ്റ്, അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമായാലും ഒക്കെ എന്താ പറയുക, നമുക്ക് ഓരോ സാധനത്തിൻ്റെ പാക്കിങ് എന്നതിലുപരി നമ്മൾ ചിലപ്പോൾ നിസ്സാര ഒരു സാധനം കെട്ടിവെക്കാനോ, ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ കണ്ണാടി ഇരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ണാടിയുടെ കാലിലൊക്കെ ആയാലും ചുറ്റി വെക്കുന്നുണ്ട്. പ്രായമായാലും ഈ തലയിലോട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഇട്ട് വെക്കുന്ന പണ്ടത്തെ ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് കാലൊക്കെ അകന്നു പോയി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ, ഈ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഉപയോഗിക്കാവോ എന്ന് തോന്നുന്ന ഒരു രീതിയിൽ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് വെച്ച് ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ മീനെ പിടിക്കാൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നു. അപ്പോൾ ഈ യൂണിറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്ത് സാധനം വേണ്ടിലും നമുക്ക് ഉണ്ടാക്കാം, ചിലവാക്കാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ എന്ന് പറയുന്നത് നമ്മൾക്ക് പാക്ക് ചെയ്ത് കടവഴി, ഹോൾസെയിൽ കടവഴി കൊടുക്കാം. 1, 2 അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ഡയറക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്കിൽ ഒരു മാസം 1 കിലോ റബ്ബർ ബാൻഡ് വെച്ച് ആവശ്യമുണ്ട്. ഓരോ ബാങ്കിൽ ഒരു ജംഗ്ഷനിലുള്ള ഒരു 5 ബാങ്കും ഇല്ലാത്ത ഒരു ജംഗ്ഷൻ ഇല്ല, ഒരു കവലയില്ല. കോട്ടയത്തൊക്കെ ആണെങ്കിലും ഒരു 10-20 ബാങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു 20 കിലോ റബ്ബർ ബാൻഡ്, 25 കിലോ റബ്ബർ ബാൻഡ് ഒരു ദിവസം ചിലവാക്കുക എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ്. ഓരോ കിലോ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ റബ്ബർ ബാൻഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാങ്കിലേക്ക് എന്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ യൂണിറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ബാൻഡ്, അതായത് നമ്മുടെ ഒരു ദിവസം ഉണ്ടാക്കുന്ന ഏകദേശം എത്ര കിലോ കാണും ആവറേജ്? ഞാനൊരു മാസം ഓർഡിനറി ബാൻഡും നൈലോൺ ബാൻഡും ഉണ്ട്. ഞാൻ ഓർഡിനറി ഒരു 10 ടൺ എടുക്കുമായിരുന്നു, നൈലോൺ ഒരു 6 ടൺ എടുക്കുന്നുണ്ട്. തോട്ടത്തിൽ നിന്ന് വരുന്ന പാല്, അതിനകത്ത് ഈ വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് അടിയാനായിട്ട് ആദ്യം നമ്മൾ ഈ ബാരലിനകത്ത്, ഈ ടാങ്കിനകത്ത് ഒഴിച്ചിരുന്നു. 15 ബാരലാണ് നമ്മൾ ഒഴിച്ചിരുന്നത്. 15 ബാരലിൻ്റെ വേസ്റ്റാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇന്നത്തെ ഇത് 24 മണിക്കൂർ കഴിയുമ്പോൾ DASP എന്ന് പറയുന്ന ഒരു ഡ്രൈ അമോണിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് 24 മണിക്കൂർ കഴിയുമ്പം ഈ ടാങ്കിൽ നിന്ന് പാല് നമ്മൾ ഈ ടാങ്കിലേക്ക് മാറ്റും. ആ 15 ബാരലാണ് ഇന്നലെ ഒഴിച്ച ബാരലാണ് ഈ കിടക്കുന്നത്. ഇതിപ്പോൾ ക്രീം ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത് അമോണിയം അൾജിനേറ്റും താമ്രൻ പൗഡറും കൂടെ കൂടിയാണ് ഇത് ക്രീം ചെയ്യുന്നത്. എന്നിട്ട് ക്രീം ചെയ്ത സാമ്പിളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പാല് 33 DRC ഉള്ളൂ. അതിനെ നമ്മൾ 55 DRC ആക്കുവാണ്, വിസ്കോസിറ്റി കൂട്ടുവാണ്. അപ്പം ഇത് താഴത്തേക്ക് വെള്ളമാണ് കിടക്കുന്നത്. ഈ വെള്ളം നമ്മൾ പശുമ്പാൽ ഒഴിക്കുന്ന പോലെ തന്നെ അടിയിൽ വെള്ളവും മേൽപ്പാലുമായിട്ട് ക്രീം ചെയ്യാമെന്നാണ് ഇതിന് പറയുന്നത്, ഈ പ്രോസസ്സിങ്ങിന് പറയുന്നത്. ഈ വെള്ളം അഴിച്ച് വിട്ടിട്ട് ബാക്കി വരുന്ന പാല് നമ്മൾ ഡിച്ചിങ് ടാങ്കിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ആ ക്രീം 55 DRC പാല് നമ്മൾ ഇതുപോലെ ബാരലിനകത്തേക്ക്, ഈ 50 ബാരലിനകത്തേക്ക് കൊണ്ടുവരിക. ബാരലിനകത്താണ് പിന്നെ നമ്മൾ കെമിക്കൽ എന്ന് പറയുന്നത് സൾഫർ ISDC ആണ്. വൾക്കനൈസിങ് ഏജൻ്റായ ഒരു സാധനം കൂടെ, ഒരു കോയിലും കൂടെ ചേർത്ത്, പിന്നെ കളർ ഫ്ലൂറസെൻ്റ് കളറാണ് ചേർക്കുന്നത്. 24 മണിക്കൂർ നമ്മൾ മച്ചൂറാകാനിടും. മച്ചൂറാകാനിട്ടതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ഡിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് 3 ഇഞ്ച് ട്യൂബാണ്. ഈ 3 ഇഞ്ച് ജസ്റ്റ് കാണിക്കുക. ഇതൊരു 6 പ്രാവശ്യം
ഡിപ്പ് ചെയ്യേണ്ടി വരും. 6 പ്രാവശ്യം ഡിപ്പ് ചെയ്യുമ്പോഴാണ് ഒരു റബ്ബർ ബാൻഡിൻ്റെ തിക്നെസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ പതുക്കെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത്, ഇത് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. ഈ ആസിഡിനകത്ത് മുക്കുകയാണ്. ഇങ്ങനെ അറ്റം ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കും. ക്യാബ് വഴി വെള്ളം ഉപയോഗിച്ച് ആണ് ഈ ട്യൂബ് ഊരി എടുക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ PVC പൈപ്പാണ്. അതായത് വാട്ടർ, ഈ പിന്നെ വാട്ടർ കണക്ഷൻ പോകുന്ന PVC പൈപ്പാണ്. PVC പൈപ്പ് 2.5 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡ് ഇപ്പം റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. നേരത്തെയൊക്കെ ഞങ്ങൾ തടിയേനെ ഇതുവരെ തുളച്ച്, ഇത് മൾട്ടിവുട്ടാണ്, മൾട്ടിവുട്ടിൻ്റെ ഷീറ്റ് മേടിച്ചിട്ട് തുളച്ച്, ഇത് 3 ഇഞ്ച് പൈപ്പാണ്. 3 ഇഞ്ചിനുള്ള 2 ഇഞ്ച് പൈപ്പ് മുക്കുമ്പോഴാണ് 3 ഇഞ്ച് ബാൻഡ് കിട്ടുന്നത്. അതിങ്ങനെ മൾട്ടിവുട്ടൻ ചെയ്യുന്നുണ്ട്, റെഡിമെയ്ഡ് പ്ലാസ്റ്റിക്കിനും ചെയ്യുന്നുണ്ട്.